ജയറാമേട്ടൻ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത് ജയറാമേട്ടനെ കുറിച്ചും. മൈ തമിഴ് ഈസ് നോട്ട് ഗുഡ്, സോ ആർ യു ഓക്കെ മലയാളം? Alright, so alright guys, come on, join us. Yes, come on, join us, come on. So you can also join with us, please. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അതല്ല തിരിയത്. All right, so big welcome to our God's Own Country once again. So how are you guys feeling today? എന്നാ തോന്നുന്നു ഇപ്പോ? Check. Yes, Sandy sir. We'll start with Sandy sir, right? Yes, yeah. How are you feeling today? Malayalam is okay. Oh, thank you so much. എല്ലാവരും ഇന്റർവ്യൂ കഴിഞ്ഞിട്ടല്ലേ വന്നേക്കണേ? ആണോ? All right. Fine. Super. So നമ്മുടെ ടീസർ, ട്രെയിലർ, പാട്ടുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഒരു റൊമാൻറ്റിക് വേർഷൻ കൂടെ ഈ സിനിമയിലൂടെ കാണാൻ പോവാണ് സാനി സാറിന്റെ എന്നാണ്. സോ യെസ്, அப்போ ரொமான்ஸ் இருக்கும், பட் அது வேற மாதிரியா இருக்கும். வேற மாதிரி இருக்கு. ரொமான்ஸ் இருக்கும், ஆக்சுவலாக ரொமான்ஸ் இருக்கும், ஃபைட் இருக்கும், சைக்கோத்தனம் இருக்கும், வில்லத்தனம் இருக்கும், அதுக்கப்புறம் ஃபைட் எல்லாமே ஃபுல் டீஸ் ஃபன் காமெடி எல்லாமே இருக்கும். பட் அது எல்லாமே ஓவர் ஹைப்பரில் இருக்கும். எல்லாமே அந்த கேரக்டர் எக்ஸ்ட்ரீம் ஆனா எக்ஸ்ட்ரீம் நாட் லிமிட் இல்லை அந்த கேரக்டர், ஆனால் எல்லாமே எக்ஸ்ட்ரீம். ஆனா ജയറാം സാറിന്റെയും ഉർവശി മാമിന്റെയും കൂടെ ഫസ്റ്റ് ടൈം അല്ലേ? ரெண்டு பேருமே லிஜெண்ட்ஸ். அவங்க கூட வந்துட்டு பெர்ஃபார்ம் பண்ணதே கிஃப்ட். சாருக்கு தான் தேங்க்ஸ் சொல்லணும். பிகாஸ் அவங்க கூட பெர்ஃபார்ம் பண்ணல ரெண்டு பேருமே எக்ஸ்ட்ரானரி ஆர்டிஸ்ட், அவங்கள கம்பேர் பண்ணக்கூடாது. பட் அவங்க கூட ஸ்க்ரீன் ஷேர் பண்ணது ஐ எம் வெரி ஹாப்பி. ബട്ട് ലേൺ பண்ணிக்கிறேன் நிறைய. എന്താണ് ജയറാം സാറിന്റെ കൂടെയൊക്കെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തപ്പോഴേ പഠിച്ച ഒരു പെട്ടെന്ന് പറയാൻ പറ്റുവാണെങ്കിൽ இல்லை என்னன்னா அவங்களோட ரியாக்ஷன் இருக்குல்ல, ஒரு சீனுக்குமா அவருக்கு இருக்கிற ரியாக்ஷன் இருக்கட்டும், அந்த பாடி லாங்குவேஜாக இருக்கட்டும், அவருக்குள்ள மாடுலேஷன்ஸ் எல்லாமே வந்து ரொம்ப யூனிக்காக, ரொம்ப இதுக்கு முன்னாடி நம்ம பார்த்த ஜெயராம் சார் அங்கே இருக்க மாட்டார், அந்த கேரக்டராக அதில் இருப்பார். அதே மாதிரி தான் ஊர்வசி அம்மாவும் அவங்களும் அதே தான். அவங்க வந்து ஒரு சின்ன ரியாக்ஷனுக்கு ஒரு 1000 ரியாக்ஷன் கொடுப்பாங்க. மாடலேஷன் நீங்கள் பார்த்தாலே தெரிஞ்சுக்கணும் ட்ரைலரில். அதான் அந்த மாதிரி தான் அவங்களும் சரி லிஜெண்ட். நான் அவங்கள பார்த்து அப்படியே கற்றுக்கிறேன். ஐ எம் வெரி ஹாப்பி. பட் லோக்கலாக வேறு மாதிரியா இருக்கும், இந்த படத்தில் டோட்டலாக வேறு மாதிரியா இருக்கும். அப்போது நம்ம அவங்க கூட அந்த ஸ்க்ரீன் ஷேர் பண்ணுறப்போ நம்மளுக்கும் அந்த வைப் வருது. அதுதான். All right, thank you so much and over to you. Yes. Okay. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ബിഗ് പ്ലാറ്റ്ഫോം, ബിഗ് ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ്. സോ എനിക്കറിയാം ഇൻ്റർവ്യൂ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് മടുത്തിട്ടുണ്ടാവുമെന്ന്. പക്ഷേ എന്നാൽ കൂടിയും ഇത് തമിഴ് ലാംഗ്വേജ് ആണെന്നുള്ളതേ ഉള്ളൂ. മലയാളികളുടെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള 2 പേരാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങൾ. സോ അവരുടെ കൂടെ നിന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് ഇറ്റ്? നമ്മളിപ്പോൾ സാനി മാസ്റ്റർ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമാണ് ജയറാം സാറിൻ്റെ കൂടെയും ഉർവശി മാമിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് വീട്ടിലാണ് ഷൂട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാനും ജയറാം സാർ, ഉർവശി മാമും സഞ്ജന ഓൾമോസ്റ്റ് നമ്മളാണ് ഇരുന്നേക്കണേ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ സാറും ഉർവശി മാമും പെർഫോം ചെയ്യണത് കാണാൻ തന്നെ നമ്മളെല്ലാവരും നമ്മൾ ചിലപ്പോൾ കൺട്രോൾ ചെയ്തു എന്ന് വരും. നമുക്ക് ചിലപ്പോൾ ചിരിക്കണത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറയണ പോലെ എന്താ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ നിറയെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് തമിഴ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇപ്പോൾ ഡയലോഗ് തരുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ, എഡീഷണലായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ മാമും സാറും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിലും അതെങ്ങനെ ചെയ്യാം, അതെങ്ങനെ ലാൻഡ് ചെയ്യാം, അതെങ്ങനെ പറയാം, അതിന് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ സീൻ നമ്മൾ എടുക്കുമ്പോഴും അതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് കൂടുതലുണ്ടായിരിക്കുന്നത് സെറ്റിൽ. കുറേ ടേക്സ് പോയിട്ടുണ്ട് സാർ വരുന്നുണ്ട്. യെസ്, ladies and gentlemen, let's welcome the legendary actor, our dearest Jayarametan, to this amazing stage. ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം our dearest, versatile, our own Jayarametan. Please ഒരു നല്ല കൈയടി കൊടുത്ത് എല്ലാവരും ചേർന്ന്. Yes.
ജെറമേട്ട, a big welcome. നമ്മളെല്ലാവരും നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത് ജയറാമേട്ടനെ കുറിച്ചും തീർച്ചയായിട്ടും ഉർവശി മാമിനെ കുറിച്ചുമാണ്. ആൻഡ് ഇപ്പോൾ ആള് പറയുമായിരുന്നു, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ വീട്ടിൽ ഓരോ ഷോട്ട് കഴിയുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യായിരുന്നു എന്നുള്ളത്. യെസ്. എന്താ ഡൗട്ട് ഉണ്ടോ? ദേ ആ നിൽക്കുന്ന ആള്, രണ്ട് മക്കളിൽ ഒരാള് അനന്തിക. യെസ്. സോ അനന്തിക, ഇപ്പോ അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അച്ഛനോട് ഇത്രയും നാള് ഷൂട്ടിന്റെ സമയത്തോ അല്ലെങ്കിൽ ഇന്റർവ്യൂസിലോ ഒന്നും പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് പറയണ ഒരു കാര്യം പറഞ്ഞ എന്ത് പറയും? ഞാൻ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. സാർക്ക് പണ്ടൊരു ആന ഉണ്ടായിരുന്നല്ലോ, എനിക്ക് സാർ ഇങ്ങനെ ആനേനൊക്കെ വയ്ക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇല്ല, അതാ സാർ ചെണ്ട കൊട്ടുന്നതാണെങ്കിലും നമ്മൾ ആനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ കുറെ കേട്ടേക്കണേ. സാർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ആനയാ? ആ, എനിക്ക് മാത്രമോ? ഇല്ല, അങ്ങനെയല്ല. ആക്ടേഴ്സ് കുട്ടിയെ അല്ല, ബാബു നമ്പൂരി സാറിന് ആനയുണ്ട്, ഗണേശൻ ആനയുണ്ട്, സുരേഷ് ഗോപി ആനയെ നടക്കിരുത്തിയിട്ടുണ്ട് ഗുരുവായൂര്. എനിക്കറിയാം സാർ. അതാണ് ജയറാമേട്ടനിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. തൃശ്ശൂർ പൂയത്തിനും സാറ് വന്നിട്ട് കൊട്ടാറുണ്ടല്ലോ. പിന്നെ ആരോടാ? യെസ്. ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ് ജയറാമേട്ടനോട്. ഇത്രയും എത്ര ദിവസത്തെയായിരുന്നു സർ ഷൂട്ട് ഉണ്ടായിരുന്നത്? 40 days. 40 days. ഓൾറൈറ്റ്. ആ 40 ദിവസത്തിൽ അപ്പ ആയിട്ട് വിളിച്ച് അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇതുവരെ പറയാൻ പറ്റാത്ത ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ എന്ത് പറയും പെട്ടെന്ന്? എന്നത്തെ எல்லாருக்கும் வணக்கம். நான் சார்கிட்ட அவரோட ஒர்க் பற்றி நிறைய பேசியிருக்கேன். ஆனால் டைரெக்டாக இந்த ஸ்டேட்மெண்ட் இப்படி நான் சொன்னதில்லை. சார், நான் ஒரு பெரிய ஃபேன், உங்களுடைய ஃபேன். இப்போ கூட டைரெக்டாக, ஏன்னா மேம் சார் ரெண்டு பேருக்கும் காம்ப்ளிமெண்ட் சம்டைம்ஸ் டைரெக்டாக சொன்னால் அவங்க ஓகே அப்படி இருப்பாங்க. ஸோ அது சொல்ல முடிஞ்சதில்லை. பெரிய ஃபேன், அவ்வளோதான். Alright, thank you so much. And ജയറാമേട്ട, over to you. നമസ്കാരം. ആദ്യമായിട്ട് കുറച്ച് വൈകി വന്നതിൽ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു. കാരണം എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, അത് ഷൂട്ടിംഗ് ആയാലും മറ്റ് ഈവൻറ്റ്സ് ആയാലും പ്രൈവറ്റ് ആയിട്ടുള്ള എൻ്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്താണെങ്കിലും ആ സമയത്തിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അവിടെ ചെന്ന് എത്തിപ്പെടണം എന്നുള്ളത് എപ്പോഴും ഞാനൊരു പോളിസിയായിട്ട് കീപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ന് ഒരുപാട് ദൂരെ നിന്നാണ് യാത്ര ചെയ്ത് വരുന്നത്. ഇപ്പോൾ വരുന്ന വഴിക്ക്, ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറയിൽ നിന്ന് തിരിയുന്ന വഴിക്ക് ഇങ്ങോട്ടേക്ക് പേട്ട ജംഗ്ഷനിൽ ഒരു ലോറി ഒരു കാറിലേക്ക് മറിഞ്ഞു വീണൊരു തീ പിടിച്ചെന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇവിടെ ഫുൾ ബ്ലോക്ക് ചെയ്തിട്ട് 1 way ആയിട്ട് ഞാൻ 3:30 മണിക്ക് എത്തിയതാണ്. ഇവിടെ 1.5 മണിക്കൂറായി ആ ബ്ലോക്കിൽ കടന്നു പോയത് കൊണ്ടാണ്. അതിന് ക്ഷമ ചോദിക്കുന്നു. ഈ സിനിമയെക്കുറിച്ച് പരിമള ആൻഡ് കോ സിനിമ ഇനി തിയേറ്ററുകളിൽ